തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ മഴക്കെടുതി തുടരുന്നു. വിവിധ ജില്ലകളിലായി നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ശ്രീവൈകുണ്ഠത്ത് 2 ദിവസമായി ട്രെയിനിൽ കുടുങ്ങിയ 500 പേരെ രക്ഷപ്പെടുത്താൻ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ പ്രഭാവത്തിൽ തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി, തെങ്കാശി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷമായത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും 4 ജില്ലകളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. തിരുനെൽവേലിയിൽ 3 പേരും വിരുദ്നഗറിൽ ഒരാളുമാണ് പ്രളയക്കെടുതിയിൽ മരിച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത്. 2 ദിവസമായി ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ 500 യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ തീവ്ര ശ്രമം നടക്കുന്നു. 800 യാത്രക്കാരിൽ 300 പേരെ നേരത്തെ രക്ഷപ്പെടുത്തി. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ ഇന്ന് പൊതു അവധിയാണ്. കന്യാകുമാരി, തെങ്കാശി ജില്ലകളിൽ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു. 23 ട്രെയിനുകൾ റദ്ദാക്കി. അതിനിടെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചതിലും കൂടുതൽ മഴ ലഭിച്ചതാണ് ദുരിതത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ പ്രളയബാധിത മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നും അറിയിക്കുന്നു. തിരുനെൽവേലിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയതിനു പിന്നാലെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ 10 അടിയോളം വെള്ളം ഉയർന്നിരുന്ന ബസ് സ്റ്റാൻഡിലാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. തിരുനെൽവേലിയിലും തൂത്തുക്കുടിയിലും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്.